നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. നിയമം 16. നിങ്ങളുടെ സാന്നിധ്യം കുറയ്ക്കുക, ആദരവും ബഹുമാനവും വർദ്ധിപ്പിക്കുക. നിങ്ങൾ എല്ലായ്പ്പോഴും ആളുകൾക്ക് ലഭ്യമാകുമ്പോൾ നിങ്ങളുടെ വില കുറയുന്നു. ഒരു വ്യക്തി എപ്പോഴും എളുപ്പത്തിൽ ലഭ്യമാകുമ്പോൾ അവരുടെ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും ഒരു പ്രാധാന്യവും ഇല്ലാതാകും. അതുകൊണ്ട് നിങ്ങളുടെ വില കൂട്ടാൻ നിങ്ങളുടെ സാന്നിധ്യം കുറയ്ക്കുക. ഒരു കലാകാരനെപ്പോലെ ഇടയ്ക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുക. ഇത് ആളുകൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ തിരിച്ചുവരവിന് അവർ കാത്തിരിക്കാനും കാരണമാകും. ഒരു വ്യക്തിയുടെ അഭാവം ആ വ്യക്തിക്ക് ആളുകളുടെ മനസ്സിൽ ഒരു ആകർഷകമായ ചിത്രമുണ്ടാക്കാൻ സഹായിക്കും. നിങ്ങൾ ഒരു വിലയേറിയ വസ്തുവാണെന്ന് ആളുകൾക്ക് തോന്നിപ്പിക്കുക. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ അടിസ്ഥാനം മനുഷ്യന്റെ മാനസികാവസ്ഥയാണ്. നമുക്ക് എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു സാധനത്തിന് നമ്മൾ വില കൽപ്പിക്കാറില്ല. എന്നാൽ ഒരു സാധനം ലഭിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന്റെ വില വർദ്ധിക്കുന്നു. അതേപോലെ ഒരു വ്യക്തി എപ്പോഴും ലഭ്യമാകുമ്പോൾ അവർക്ക് അവരുടെ ആകർഷകമായ സ്വഭാവം നഷ്ടപ്പെടുന്നു. അവരുടെ അഭിപ്രായങ്ങൾക്കും സംഭാവനകൾക്കും വില കുറയുന്നു. ഈ നിയമം ഉപയോഗിക്കാൻ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വില സ്ഥാപിക്കണം. ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ലൊരു മതിപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ നിയമം പ്രവർത്തിക്കൂ. നിങ്ങൾ ഒരു നേതാവായി അല്ലെങ്കിൽ ഒരു കഴിവുള്ള വ്യക്തിയായി അംഗീകരിക്കപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പതുക്കെ നിങ്ങളുടെ സാന്നിധ്യം കുറക്കാം. ഇത് എല്ലാ മീറ്റിംഗുകളിലും പങ്കെടുക്കാതിരിക്കുക, കുറച്ച് സംസാരിക്കുക, ആളുകൾക്ക് നിങ്ങളെ എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നിവയിലൂടെ ചെയ്യാം. നിങ്ങളുടെ സാന്നിധ്യം കുറയ്ക്കുന്നത് ഒരു ശൂന്യത സൃഷ്ടിക്കും. അത് ആളുകൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷ വർദ്ധിപ്പിക്കും. ഈ ശൂന്യത ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കൂടുതൽ സമയം നൽകും. നിങ്ങളുടെ സംസാരത്തിലെ നിശബ്ദത പോലും നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ ശക്തി നൽകും. ഈ നിയമം വെറുതെ ഒഴിഞ്ഞുമാറാനുള്ളതല്ല, നിങ്ങളുടെ അധികാരം വർദ്ധിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ്. നിങ്ങളുടെ സാന്നിധ്യം അപൂർവമാകുമ്പോൾ നിങ്ങൾ തിരികെ വരുമ്പോൾ ആളുകൾ നിങ്ങളെ കൂടുതൽ ബഹുമാനിക്കുകയും നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയും ചെയ്യും. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. ചാണക്യൻ ഒരു രാജ്യത്തിന്റെ പ്രധാന ഉപദേശകനായിരുന്നെങ്കിലും അദ്ദേഹം എപ്പോഴും രാജാവിന്റെ കൂടെ പരസ്യമായി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം രഹസ്യമായി തന്റെ തന്ത്രങ്ങൾ മെനയുകയും ആവശ്യമായപ്പോൾ മാത്രം രാജാവിന് ഉപദേശം നൽകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഈ അഭാവം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾക്ക് കൂടുതൽ വില നൽകി. രാജാവിന് പോലും ചാണക്യനെ എളുപ്പത്തിൽ ലഭിക്കില്ലായിരുന്നു. സിനിമ. ബാഹുബലിയിലെ അമരേന്ദ്ര ബാഹുബലി. രാജാവായിരിക്കുമ്പോൾ അമരേന്ദ്ര ബാഹുബലി എല്ലാ കാര്യങ്ങളിലും നേരിട്ട് ഇടപെട്ടിരുന്നില്ല. അദ്ദേഹം രാജഭരണത്തെ മന്ത്രിമാർക്ക് വിട്ടുകൊടുക്കുകയും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ഇടപെടുകയും ചെയ്തു. ഈ അഭാവം കാരണം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഒരു ഉത്സവമായി ആളുകൾക്ക് തോന്നി. അദ്ദേഹത്തിന്റെ ഒരു വാക്കിന് പോലും വലിയ ശക്തിയുണ്ടായിരുന്നു. ചരിത്രം. മഹാത്മാഗാന്ധി. ഗാന്ധിജി തന്റെ സമരങ്ങളുടെ ഭാഗമായി മൗനവ്രതം അനുഷ്ഠിക്കാറുണ്ട്. ഈ സമയങ്ങളിൽ അദ്ദേഹം സംസാരിക്കില്ലായിരുന്നു. ഗാന്ധിജി സംസാരിക്കാത്തപ്പോൾ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കൂടുതൽ ആകർഷകത്വം തോന്നി. അദ്ദേഹത്തിന്റെ ഈ അഭാവം ആളുകൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ അവസരം നൽകി. സിനിമ. ദി ഡാർക്ക് നൈറ്റ്. ബാറ്റ്മാൻ എല്ലാ ദിവസവും ജനങ്ങളുടെ മുന്നിൽ വരാറില്ല. അവൻ രാത്രിയിൽ മാത്രം പ്രത്യക്ഷപ്പെടുകയും ആവശ്യമായപ്പോൾ മാത്രം കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യും. അവന്റെ ഈ അഭാവം അവനെ കൂടുതൽ നിഗൂഢനാക്കുകയും ഒരു ഇതിഹാസമായി ആളുകൾക്ക് തോന്നിപ്പിക്കുകയും ചെയ്തു. അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ആളുകൾക്ക് അവനെ ഒരു രക്ഷകനായി തോന്നും. ചരിത്രം. ക്ലിയോപാട്ര റോമൻ ഭരണാധികാരികളുമായി അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ഒരിക്കലും എളുപ്പത്തിൽ ലഭ്യമായിരുന്നില്ല. അവർ റോമൻ ഭരണാധികാരികൾക്ക് വേണ്ടി ഒരുപാട് ദൂരം യാത്ര ചെയ്യുകയും പിന്നീട് കുറച്ചു സമയം മാത്രം അവരുമായി ചിലവഴിക്കുകയും ചെയ്തു. ഈ തന്ത്രം കാരണം അവർക്ക് കൂടുതൽ സമയം ക്ലിയോപാട്രയെക്കുറിച്ച് ചിന്തിക്കാൻ ലഭിച്ചു. സിനിമ. ഹാരി പോട്ടർ. വോൾഡ്മോർട്ട് ശക്തി തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ അപ്രത്യക്ഷനാവുകയും ആരും അറിയാതെ തന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവന്റെ ഈ അഭാവം അവനെക്കുറിച്ച് ഒരുപാട് ഭയവും ആകാംക്ഷയും ആളുകളിൽ ഉണ്ടാക്കി. ആരും അറിയാതെ ശക്തി നേടാൻ ഈ തന്ത്രം അവനെ സഹായിച്ചു. ചരിത്രം. നെൽസൺ മണ്ടേല 27 വർഷത്തോളം ജയിലിലായിരുന്നപ്പോൾ അദ്ദേഹം ആളുകളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ അഭാവം അദ്ദേഹത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചു. ജനങ്ങൾ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി പോരാടി. സിനിമ. മണിച്ചിത്രത്താഴ്. സിനിമയിലെ നായകനായ സണ്ണി ഗംഗയുടെ മാനസിക പ്രശ്നങ്ങൾ ചികിത്സിക്കാൻ ശ്രമിക്കുമ്പോൾ ഗംഗയോട് എപ്പോഴും സംസാരിക്കാറില്ല. അദ്ദേഹം ഇടയ്ക്ക് സംസാരിക്കുകയും പിന്നീട് കുറച്ചു സമയം അവളെ ഒറ്റയ്ക്ക് വിടുകയും ചെയ്യുന്നു. ഈ സമയങ്ങളിൽ ഗംഗയ്ക്ക് സണ്ണിയെക്കുറിച്ച് ചിന്തിക്കാൻ അവസരം ലഭിക്കുന്നു. സണ്ണിയുടെ ഈ അഭാവം അവനെക്കുറിച്ചുള്ള ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നു. ചരിത്രം. രാജാക്കന്മാർ. പല രാജാക്കന്മാരും തങ്ങളുടെ പ്രജകളുടെ മുന്നിൽ എപ്പോഴും വരാറില്ലായിരുന്നു. അവർ കൊട്ടാരത്തിൽ ഒതുങ്ങിയിരിക്കുകയും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം പുറത്തുവരികയും ചെയ്യും. ഈ അഭാവം കാരണം രാജാക്കന്മാർക്ക് ജനങ്ങൾക്കിടയിൽ ഒരു ഭയവും ആദരവും ഉണ്ടായിരുന്നു. സിനിമ. ദി ഗോഡ്ഫാദർ. ഡോൺ കൊർലിയോൺ ഒരു മാഫിയ തലവനായിട്ടും എപ്പോഴും ആളുകളുടെ മുന്നിൽ വരാറില്ല. അദ്ദേഹത്തിന് ഒരു വലിയ സാമ്രാജ്യമുണ്ടായിരുന്നു, എന്നാൽ അദ്ദേഹം എപ്പോഴും ജനങ്ങളുമായി ഇടപഴകിയിരുന്നില്ല. ഈ അഭാവം അദ്ദേഹത്തിന്റെ അധികാരത്തിന് വലിയ ശക്തി നൽകി.